ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസിന് നിയമപരമായ കാലാവധി ഉണ്ടെന്ന് വി കെ പ്രശാന്ത് എം.എൽ.എ. സാധാരണ നിയമസഭ നടക്കുന്ന വേളകളിലാണ് എം.എൽ.എ. ഹോസ്റ്റൽ പ്രയോജനപ്പെടുത്താറുള്ളത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ് താൻ. അതാണ് ശാസ്തമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുക്കാൻ കാരണം. ബി.ജെ.പിയുടെ അജണ്ട കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കുന്നുവെന്നും വി കെ പ്രശാന്ത് എം.എൽ.എ. പറഞ്ഞു. ഇന്നിപ്പോൾ ശബരിനാഥൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് തുടരുന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇപ്പോൾ ഒരുപക്ഷെ ബി.ജെ.പിയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം.എൽ.എ. ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ശാസ്തമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും അതാണ്. കാരണം എം.എൽ.എ. ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം, അവരുടെ അനുവാദം വാങ്ങണം, പടികൾ കയറി മുകളിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുകയാണ്. സുലേഖ, ഈ വിഷയത്തിൽ ഇന്നും വി കെ പ്രശാന്ത് എം.എൽ.എക്ക് ഈ പ്രതികരണം, ഈ വിശദീകരണം നൽകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതായത് ബി.ജെ.പി. കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ പങ്കുവച്ച അതേ വാദങ്ങൾ, അതേ ആർഗ്യുമെൻ്റ് തന്നെയാണോ കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ ശബരിനാഥനും ഏറ്റെടുത്തത്? ആ ഏറ്റെടുത്തതിനെ തുടർന്നാണോ പ്രശാന്ത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് ഇന്ന്? ശരത്ത്, തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആർ ശ്രീലേഖയാണ് ഈ എം.എൽ.എ. ഓഫീസായി പ്രവർത്തിക്കുന്ന ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്നുള്ള കാര്യം വി കെ പ്രശാന്ത് എം.എൽ.എയോട് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ശ്രീലേഖ വി കെ പ്രശാന്തിനെ കാണുകയും അതിനുശേഷം മേയർ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ട് വിഷയം അവസാനിച്ചു എന്ന് പറയുകയും ചെയ്തതാണ്. പിന്നീട് ഇന്ന് രാവിലെയാണ് കെ ശബരിനാഥൻ ഇത്തരത്തിൽ ആർ ശ്രീലേഖയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും മാധ്യമങ്ങളെ കണ്ട ഇത്തരത്തിൽ ഒഴിയാൻ ആവശ്യപ്പെട്ടെങ്കിൽ അത് ഒഴിയേണ്ട ഉത്തരവാദിത്തം അത് എം.എൽ.എയുടേതാണ് എന്നുള്ള കാര്യം പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ബി.ജെ.പി. കൗൺസിലറെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള കെ ശബരിനാഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടത്. എന്തായാലും വി കെ പ്രശാന്ത് എം.എൽ.എ. പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മാർച്ച് 31 വരെ നഗരസഭ അംഗീകരിച്ച വാടക കരാർ തന്റെ ഓഫീസിനുണ്ട്. അതുവരെയും അവിടെ തന്നെയായിരിക്കും എം.എൽ.എ. ഓഫീസ് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കെ ശബരിനാഥൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എം.എൽ.എ. ഹോസ്റ്റൽ, നമുക്കറിയാം തിരുവനന്തപുരത്തെ 140 മണ്ഡലങ്ങളിലെയും എം.എൽ.എമാർ താമസിക്കുന്ന എം.എൽ.എ. ഹോസ്റ്റലുണ്ട്. അവിടെ അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. അവിടെയാണ് എം.എൽ.എ. ഹോസ്റ്റൽ പ്രവർത്തിക്കാൻ സൗകര്യമുള്ളത്. അവിടത്തേക്ക് എം.എൽ.എ. ഹോസ്റ്റൽ മാറ്റണമെന്നതാണ് കെ ശബരിനാഥൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്.